ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം രാവിലെ 6:45. നമുക്കൊരു 8 മണിയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണം. നമുക്കൊന്നൊരു കല്യാണത്തിന് പോവാനുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഓക്കെ? അപ്പം വെൽക്കം ബാക്ക് ടു ദി ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സ്കിൻ കെയർ എല്ലാം ചെയ്തു. ഫേസ് എല്ലാം പ്രെപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം കൺസീലർ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ഡാർക്ക് സ്പോട്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെ. ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പം നന്നായിട്ട് പ്രെപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പം അത് നീറ്റായിട്ട് വരില്ല, ഡ്രൈ ആയതുകൊണ്ടേ. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. കല്യാണം എന്ന് പറയുമ്പോൾ നമ്മളൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, നമീൻ്റെ കല്യാണമല്ല, നമീൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് ഇന്ന്. അപ്പം അവര് നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസാണ്, ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ആക്ച്വലി ഏട്ടൻ്റെ ഫ്രണ്ടാണ് നമി. എങ്കിലും അവക്കൊരു സിസ്റ്റർ ഉണ്ട്. ഇപ്പൊ ബ്രദർ പറഞ്ഞ ബ്രദറിന്റെ കല്യാണം അവനുണ്ട്. അപ്പൊ നമ്മള് സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ഞാനാണ് നമ്മീന്റെ അനിയത്തിയായിട്ട് ക്ലോസ്, ഏട്ടൻ നമ്മയായിട്ടാണ് ക്ലോസ്. ഇവര് രണ്ടാളും അമ്മ അച്ഛനായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അപ്പൊ നമ്മൾ എല്ലാരും കൂടിയാ പോകുന്നത് കല്യാണത്തിന്. എല്ലാരും കൂടി ഇൻ ദ സെൻസ് കല്യാണ പെണ്ണിന് മേക്കപ്പ് ചെയ്യുന്നത് ഏട്ടനാണ്. എൻ്റെ ഏട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, എൻ്റെ വ്ളോഗിലെല്ലാം കണ്ടിട്ട്. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഏട്ടനാണ് ബ്രൈഡിന് മേക്കപ്പ് ചെയ്യുന്നത്. ചെക്കിന് മേക്കപ്പ് ചെയ്യുന്നത് അപ്സു ആണ്. അപ്സുവിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഏട്ടനും അപ്സുക്ക അവിടെയാണുള്ളത്. ഞാനും അമ്മ ഇവിടുന്ന് റെഡി ആയിട്ട് അപ്സു നമ്മളെ പിക്ക് ചെയ്യാൻ വരും. എന്നിട്ട് വേണം നമുക്ക് പോണെങ്കിൽ. എന്താ വെച്ചാല് ദൂരമുണ്ട്, വൈക്കത്ത് അമ്പലത്ത് വെച്ചിട്ടാണ് കല്യാണം. അപ്പം അപ്സു ചെക്കിന് പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് കഴിയുമല്ലോ, കഴിഞ്ഞാല് അവൻ ഇങ്ങോട്ട് വരും. എന്നിട്ട് അവൻ ഇവിടുന്ന് റെഡി ആവും. എന്നിട്ട് അവൻ വരുമ്പോൾ നമ്മളും റെഡി ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ അങ്ങ് ഒരുമിച്ച് പോകും. അതാണ് പ്ലാൻ. ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമീം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആട്ടോ. അവളെ ബ്രദർ കല്യാണം അവള് ബിസി ആയിരിക്കല്ലോ. അപ്പൊ അവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ ബ്രൈഡിന്. ഇനി അവളെ അനിയത്തിന്റെ കല്യാണം വരുന്നുണ്ട്, നീത്തുവിന്റെ കല്യാണം വരുന്നുണ്ട് ജൂലൈയില്. അതിന് കല്യാണത്തിനായിട്ടല്ല മേക്കപ്പ് ചെയ്യുന്നത്, റിസപ്ഷനായിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ അതിനെ പറ്റി നല്ല ചിന്തിച്ചേ ഉള്ളൂ. എന്താ പറയാ, അപ്പൊ എനിക്കെങ്ങാനും കല്യാണം വരികയാണെങ്കിൽ എനിക്ക് ഏട്ടൻ തന്നെ എന്നെ ഒരുക്കുന്നതാട്ടോ ഇഷ്ടം. എന്റെ കല്യാണത്തിന് എനിക്ക് ഏട്ടൻ ഒരുക്കുന്നതാ ഇഷ്ടം. അങ്ങനെയൊക്കെ നടക്കുമോ അറിയില്ല. ചിലപ്പോ ആ ടൈമില് നമ്മളെ വീട്ടിലെ സ്വന്തം ആളല്ലേ, അപ്പൊ അവര് തിരക്കായിരിക്കും. എന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പറയും. എനിക്ക് ശരിക്കും റെഡി ആവാൻ ഒരു 1/2 hour മതി. പക്ഷെ എനിക്കിത് റെഡി ആയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും പിന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്യണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് റെഡി ആവുന്നത്. എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത്, മേക്കപ്പും സ്കിൻ കെയറും എന്താണെങ്കിലും നമ്മുടെ ചെവിയിലും നെക്കിലും ചെയ്യണം. നമുക്ക് കോമ്പാക്ട് ഇട്ട് കൊടുക്കാം. വൈക്കത്ത് അമ്പലത്ത് വെച്ചിട്ടാ കല്യാണം. ഞാൻ ഇതുവരെ വൈക്കത്ത് അമ്പലത്ത് പോയിട്ടില്ല. അതിലെ പാസ് ചെയ്യുമ്പം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ദൂരമുണ്ട്, പിന്നെ അങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് ഈ കല്യാണം അതിനുള്ളൊരു യോഗമായിരിക്കാം. ശിവന്റെ അമ്പലമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വൈക്കത്തപ്പൻ ആയിരിക്കും. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, ഇനി ഐബ്രോസ്. ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഫസ്റ്റ് വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യാറ് കേട്ടോ.
നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് സെറ്റായി കൊടുക്കാം. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സെറ്റാക്കി അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കത്തിൻ്റെ ഇടയ്ക്ക് ജ്വല്ലറി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്യണം. ഏകദേശം മാച്ചായി പോകുന്നതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. ഒരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്, അപ്പം അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ ഗ്യാപ്പ് ഇവിടെ. ഇനി ഒന്നുകൂടെ ബ്രഷ് വെച്ചിട്ട് അത് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കൊരു നാച്ചുറൽ ഫീല് കിട്ടും. ഓക്കെ, എല്ലാം മേക്കപ്പ് മൊത്തം കഴിയുമ്പം ഇത് സെറ്റായിട്ടിരിക്കും കേട്ടോ. ഇപ്പം കുറച്ച് ടൂ മച്ച് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇനി എന്താ കയ്യിലുള്ള സാധനം ഐ ഷാഡോ. എപ്പത്തും പോലെ ഞാൻ ഒരു ഡാർക്ക് ബ്രൗണും ഈ ഒരു കളറും കൂടി മിക്സ് ചെയ്തിട്ടിടും. ഈ ഡാർക്ക് കളറ് ഇത് ഞാൻ കണ്ണിൻ്റെ താഴെയും കൂടി ഇട്ട് കൊടുക്കാനേ. ഞാൻ എന്തായാലും കണ്ണെഴുതും, എന്നാലും ആ സ്മഡ്ജ് ചെയ്തൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഒന്നുകൂടെ ഇതാക്കി കൊടുക്കും. കുറച്ച് കാപ്പി പിടിക്കാം. കാജൽ ഒഴിച്ചിട്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ സ്മഡ്ജ് ചെയ്യും. ഇത് നമുക്കൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ബ്രൗൺ ഐ ഷാഡോ വെച്ചിട്ട് താഴെ ഒന്നുകൂടെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് താഴെ കണ്ണ് വരയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കാജൽ വരയ്ക്കാം. ഞാൻ പണ്ടേ കണ്ണിങ്ങനെ എഴുതുമായിരുന്നു കേട്ടോ, പഠിക്കുന്ന സമയത്തെ ചെറുതിലെ. അപ്പം ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നതിന് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ കൺമഷി വെച്ചിട്ടായിരുന്നു അന്ന് കണ്ണെഴുതാറ്. അപ്പം കുളിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കണ്ണെഴുതും. ഇങ്ങനെ താഴെയും മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് എഴുതും. മുകളിൽ മീൻസ് ഈ വാട്ടർ ലൈനില്ലേ, മുകളിലെ ലൈനിലൊക്കെ എഴുതും. എന്നിട്ട് പോയി കുളിക്കും. അപ്പൊ കുളിച്ച് തിരിച്ച് വരുമ്പോഴേക്കും കുറെ കൺമഷിയൊക്കെ പോയിട്ട് അതന്നെ സ്മഡ്ജ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ റെഡി ആവുന്ന സമയത്ത് കണ്ണെഴുതി കൊടുക്കും. അപ്പൊ ഏകദേശം ഇതൊരു എഫക്റ്റ് കിട്ടാറുണ്ടായിരുന്നു പണ്ട്. താഴെയും മുകളിലെ വാട്ടർ ലൈനൊക്കെ വരച്ചു കൊടുത്തു. കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. നമുക്കൊന്ന് സെറ്റാക്കാൻ പറ്റുമോ നോക്കാം. കുറച്ചൊന്ന് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ വരച്ചു കൊടുക്കട്ടെ. ഓക്കെ, അതൊരു ബ്രഷ് വെച്ചിട്ട് ഒന്നൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ടേ. ഓക്കെ, മസ്കാര ഞാൻ 2 മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുകയാണെങ്കിൽ ഇത് കളർ ഇളകാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ വാട്ടർ പ്രൂഫ് അല്ല. അയ്യോ, വാട്ടർ പ്രൂഫ് ആണ്. എന്തായാലും ഇത് ഇട്ട് കൊടുക്കുക, വേറെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക, കുറച്ചുകൂടെ വോളിയം തോന്നാൻ വേണ്ടിയിട്ട്. സമയം 7:10 പെട്ടെന്ന് റെഡി ആവണം. ഞാൻ ഈ മസ്കാര കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വൈകുന്നേരം റിസപ്ഷനും പോകാനുണ്ട്. അപ്പം എനിക്ക് രണ്ട് ലുക്കായിട്ട് തന്നെ ഇരിക്കണം, അതാണ് ആഗ്രഹം. പക്ഷെ പ്ലാനൊന്നുമില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഇന്നും പ്രത്യേകിച്ച് രാവിലെ ഇപ്പോഴും പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. ചെയ്ത് വരുമ്പോൾ എന്താവുന്ന അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചെയ്യുമ്പോൾ വരുന്ന ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം നമുക്ക് നോക്കാം വേറെ ലുക്ക് പിടിക്കാൻ പറ്റുമെന്ന്. ഇനി എന്താ ചെയ്യാം.
ബ്ലഷ് ഇടാം. ഈ ഷുഗറിന്റെ ബ്ലഷ്, ഇത് ലിക്വിഡ് ബ്ലഷ് ആട്ടോ, അപ്പൊ തന്നെ പോയത്. ഇതിട്ടിട്ട് നമുക്ക് പൗഡർ ബ്ലഷ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പം ബ്ലഷ് ഇടുമ്പോൾ എനിക്ക് ഈ സൈഡ് നന്നായിട്ട് വരും, ഈ സൈഡ് എനിക്ക് കറക്റ്റ് അങ്ങ് ബ്ലെൻഡായി വരാറില്ല. നമുക്ക് ഈ റേർ ബ്യൂട്ടീൻ്റെ ഒരു പൗഡർ ബ്ലഷാണ്, ഇത് ഇട്ട് കൊടുക്കാം. ഇതിലൊരു ഹൈലൈറ്ററും പോലെ വരുന്നുണ്ട്, അപ്പൊ നമുക്കൊരു ഗ്ലോയിങ് കിട്ടും. ലിപ്സ്റ്റിക്ക് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. ഞാൻ ഓവർ ലൈൻ ചെയ്യും കേട്ടോ, എൻ്റെ ലിപ്പ് കുറച്ച് ചെറുതായതുകൊണ്ട്. പോഷ് ബ്യൂട്ടിയുടെ ഈ ഒരു ഓറഞ്ചിഷ് ഒരു ന്യൂഡ് ഷെയ്ഡാണിത്, റോസി ഗ്ലോ എന്ന പേര്. ഒരു ഓറഞ്ച്, എൻ്റെ ലിപ്പിലേക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരാറുണ്ട് ഇതിന്. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടില്ലേ? ഒന്നുകൂടെ ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഒന്നുകൂടെ ലൈൻ ചെയ്ത് കൊടുക്കും. ഫൈനൽ ഹൈലൈറ്ററും കൂടി ഇട്ടിട്ട് ഫിനിഷ് ചെയ്യും. ചിന്നില് നെറ്റിയില ഓൾറെഡി നമ്മൾ ഹൈലൈറ്ററുള്ള ബ്ലഷ് അല്ല ഇട്ടത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല. തിളങ്ങട്ടങ്ങോട്ട്. സോറി, കഴിഞ്ഞു. ലൈൻ ചെയ്ത് കൊടുക്കാം. കൈ ഇനി ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. സാരി ഉടുക്കണം, അമ്മേൻ്റെ അടുത്ത് പോയിട്ട് അമ്മ ഉടുത്തരും. അപ്പം ഡ്രസ്സ് മാറിയിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ സാരി ഉടുക്കാൻ പോവായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബ്ലൗസ് നിങ്ങൾക്ക് അതിന് മുന്നേ കാണിച്ചു തരാം. എന്തിനാ ബ്ലൗസ് കാണിച്ചു തരുന്നത് വെച്ചാൽ, ഈ ബ്ലൗസ് ഏട്ടൻ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ്. എപ്പോൾ സ്റ്റിച്ച് ചെയ്ത വെച്ച് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കുറെ വർഷങ്ങളായി, എന്തായാലും ഒരു 5-6 വർഷത്തിന് മുകളിൽ എന്തായാലും ആയി. എൻ്റെ ഒരു 90% ബ്ലൗസും ഏട്ടനാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏട്ടന് ബാക്ക് പെയിൻ ഒക്കെ ആയി, പിന്നെ സമയമില്ല സ്റ്റിച്ച് ചെയ്യാനിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് പുറത്ത് കൊടുക്കാറാണ്. പക്ഷെ ഇത് മുന്നേ ചെയ്തിട്ടുണ്ടായതാ. ഞാൻ സ്റ്റിച്ചും അയച്ചിട്ടുണ്ട് കേട്ടോ, ഇച്ചിരി ടൈറ്റ് ആയിരുന്നു. അപ്പം ഇതാണ് അതിന്റെ പാറ്റേൺ. ബാക്ക് ഇങ്ങനെ വരും. ഞാൻ ഏട്ടൻ സ്റ്റിച്ച് ചെയ്ത കുറെ ബ്ലൗസസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വ്ളോഗിൽ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഏകദേശം സമയമായി, നമുക്ക് പെട്ടെന്ന് ജ്വല്ലറി എല്ലാം ഇടാം. ഞാൻ ലൂസ് ഹെയർ തന്നെയാട്ടോ ഇടുന്നത്. ഹെയർ സിറം പൊട്ടൂടെ തൊട്ടിട്ട് നമുക്ക് ജ്വല്ലറി ഇടാം. എനിക്കറിയില്ല എന്ത് പൊട്ടാ തൊടണ്ട്. ചെറുത് തൊടണോ, റെഡ് തൊടണോ, ബ്ലാക്ക് തൊടണോ, വലുത് തൊടണോ? ഇതായിട്ടൊരു ബ്ലാക്ക് ഓപ്ഷൻ. റെഡ് ഉണ്ട്, പക്ഷെ വലുതാ. എനിക്ക് ചെറുത് വേണമായിരുന്നു, പക്ഷെ ചെറുതില്ല. വേണ്ട, ബ്ലാക്ക് മതി. ബ്ലാക്ക് മതി. ജ്വല്ലറി കോൺട്രാസ്റ്റ് ഇടണോ അല്ലെങ്കിൽ പ്ലെയിൻ ഗോൾഡ് തന്നെ പോയാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇത് മതിയോ? ഞാൻ കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ട് ഈ ഒരു ജുമുക്ക് ഇടണോ? കൺഫ്യൂഷൻ ആണല്ലോ. ഇതിലൂടെ ഇട്ട് നോക്കട്ടെ. ഇതിടാം അല്ലേ? കൺഫ്യൂഷൻ.
അമ്മയുടെ അഭിപ്രായ പ്രകാരം ഞാൻ ഇതിട്ട്. എനിക്ക് അത് കുറച്ച് ഇഷ്ടപ്പെട്ടിരുന്നു, എന്നാലും കൺഫ്യൂസ്ഡ് ആയിരുന്നു. കൺഫേം ചെയ്തു. വളയും കൂടി ഇടട്ടെ. ഗോൾഡിന് ഒരു ഈ മൂഡ് പിടിച്ചാലോ എന്നുണ്ട്. ഞാൻ ഇത് ഇട്ടുകൊടുക്കുക, കുപ്പിവെള്ളം, ഒരു ഗോൾഡൻ കുപ്പിവെള്ളയും പിന്നെ ഒരു പേളിന്റെ വേറൊരു വളയും 2 സൈഡിലും. അതാകുമ്പോ ഇതിന് മാച്ച് ചെയ്ത് പോകുന്നു വിചാരിക്കുന്നു. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ. അവളൊരു പുതിയ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മാളുവിന്റെ ബർത്ത്ഡേക്ക്, അവൾ ഇങ്ങനത്തെയൊക്കെ ഇടാറുണ്ട്, ഞാൻ ഇടാറില്ല. മാളുവിന്റെ ബർത്ത്ഡേക്ക് ഞാൻ അവൾക്കൊരു ഇവളെ പേജിൽ നിന്ന് ഇതുപോലത്തെ ഒരു 2 എണ്ണം വാങ്ങിച്ചു. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് അവള് ഗിഫ്റ്റ് ആയിട്ട് അയച്ചതായിരുന്നു. പ്രോപ്പർ വീഡിയോ ചെയ്തിട്ടില്ല. ഫുൾ ലുക്ക് ഞാൻ പുറത്തു പോയിട്ട് ഡേ ലൈറ്റിൽ കാണിക്കാം കേട്ടോ. ഇതാണ് ഫുൾ ലുക്ക്. ഈ സാരി അമ്മയുടെ സാരി ആട്ടോ, ഒരു 2015 അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാരി അത്. മേക്കപ്പ് കാണിക്കാം. നമ്മളിത് ഇറങ്ങാട്ടോ. അബ്സ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. അമ്മ ഇതാ റെഡി ആയിട്ട് ഇറങ്ങുക, വാതിലൊക്കെ അടയ്ക്കാണ്. അപ്പം നമുക്ക് വൈകുന്നേരം കാണാം. വൈകുന്നേരത്തെ ഡ്രസ്സും ഏട്ടൻ പണ്ട് എപ്പോഴോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അനാർക്കലിയാണ്. അപ്പം വൈകുന്നേരം കാണാം കേട്ടോ. ടാറ്റാ. ഞാൻ റിസപ്ഷന് ഫുള്ള് റെഡിയായി. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന് ഫുൾ ഹറിബറി ആയിപ്പോയി. പക്ഷെ ഇതാണ് എൻ്റെ ലുക്ക്. നോക്ക്, ഇതാണ് ഏട്ടൻ സ്റ്റിച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 2015 സ്റ്റിച്ച് ചെയ്തത്. എനിക്ക് വേണ്ടിയല്ല, നമുക്കൊരു ബൊട്ടീക്ക് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നതായിരുന്നു. പിന്നെ അതെല്ലാം ഷട്ട് ഡൗൺ ചെയ്തപ്പം അങ്ങനെ ബാലൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ്. ഞാൻ ഹറിബറിയായിട്ട് ഒരുങ്ങിയിട്ടുള്ളതാ. ഏട്ടന് ഇഷ്ടാവോ, ഏട്ടൻ എന്താ പറയാ, നല്ല വൃത്തികേടായിട്ടുണ്ടെന്ന് പറയോ, കുഴപ്പമില്ല നല്ലയാന്ന് പറയോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാൻ പോയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഓക്കെ, ഞാൻ ഊബർ ബുക്ക് ചെയ്യട്ടെ, പോട്ടെ കേട്ടോ. ഞാൻ പറയാം എന്താണെങ്കിലും.